ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഒരു സലാഡ് കുക്കുംബറിന്റെ തൈകൾ എങ്ങനെയാണ് നന്നായിട്ട് നട്ടുപിടിപ്പിക്കുന്നതിനെ പറ്റിയാണ്. ഇത് ഏകദേശം ഒരു 13 ദിവസം പ്രായമായ തൈയാണ്. ശക്തമായ മഴയായതുകൊണ്ടാണ് ഇതേപോലുള്ള കവറിനകത്തിട്ട് കിളിർപ്പിക്കുന്നത്. അല്ലാതെ ഡയറക്റ്റ് കൊണ്ടുവന്ന് തൈ കൊണ്ടുവന്ന് പാകിക്കഴിഞ്ഞാൽ മഴയത്ത് ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകും. അത്രയിലെ ഒരു തരമാണ്. ഇത് പെട്ടെന്ന് വളർച്ച വരികയും പെട്ടെന്ന് തന്നെ കായ്ഫലം കിട്ടുന്ന ഒരു പച്ചക്കറി ഇനമാണ് ഈ സാലഡ് കുക്കുംബർ. അത് അതിനകത്ത് ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു ഇതാണ് സിമാർ എന്ന് പറഞ്ഞത്. അതിൻ്റെ വിത്തിന് പോലും ഭയങ്കര വിലയാണ്. അപ്പോൾ ഇത് എല്ലാ വിത്തുകളും ഏകദേശം നമ്മൾ സാമാന്യം ഏത് വിത്ത് ഇട്ടാലും അത് എല്ലാം കിളിർത്ത് നല്ല കരുത്തോടെ തന്നെ കിട്ടുന്ന ഒരു ഇനമാണിത്. അപ്പോൾ ഈ കാണുന്ന തൈ ഒന്ന് നന്നായിട്ടൊന്ന് വെക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനാവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഇപ്പോൾ തറയിലാണ് നടുന്നത്. ഗ്രോ ബാഗിൽ പിന്നീട് നടുന്നുണ്ട്. ഇതിപ്പോൾ ഈ തറയിലേക്ക് ഏകദേശം നടുകയാണ്. അപ്പോൾ ആദ്യമേ വെട്ടി നന്നായിട്ട് ഏകദേശം കിളച്ചും മാറ്റിയിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഇത് പച്ചക്കക്ക പൊടിയാണ്. പച്ചക്കക്ക പൊടി മറ്റേ സാധാരണ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലായിരുന്നു ഉപയോഗിക്കുന്നത്. ഇപ്പം ഇത്രയും പച്ചക്കക്ക ഇട്ടാലും പെട്ടെന്ന് അതിൻ്റെ അകത്തെ ഇതിനകത്തെ കീടങ്ങളൊന്നും നശിക്കത്തില്ല. അപ്പം ബാക്കിയുള്ള വളവും കൂടെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത് ഏകദേശം തന്നെ ദിവസമായതുകൊണ്ട് അത് ഇനി താമസിച്ച് കഴിഞ്ഞാൽ അത് മുരടിച്ചു പോകും. അതുകൊണ്ടാണ് പച്ചക്കക്ക പൊടി അങ്ങിടുന്നത്. പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്ക് ഫോസ്ഫേറ്റ് അഥവാ രാജ് ഫോസ്. ഇനി അത് വെച്ചിട്ട് ഇതിലേക്ക് ഇടുകയാണ്. പിന്നീട് വേപ്പിൻ്റെ കുരു പൊടിച്ചതാണ്. വേപ്പിൻ്റെ കുരുവാണ്, അല്ലാതെ സാധാ വേപ്പിൻ പിണ്ണാക്കല്ല. വേപ്പിൻ്റെ കുരു മാത്രമായിട്ട് എടുത്ത് പൊടിച്ച വേപ്പിൻ കുരുവാണ്. അത് ഇട്ടു. പിന്നെ ഇതിനകത്ത് പൊട്ടാഷ് വളം എന്ന് പ്രധാനമായിട്ട് നമ്മൾ അടിവളം ചേർക്കണം. എങ്കിൽ മാത്രമേ നല്ല വിളവ് കിട്ടത്തുള്ളൂ. അതിന് ചാരമാണ്. ചാരം കമ്പോസ്റ്റ് ആക്കിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പം ചാരം കമ്പോസ്റ്റ് എടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഡയറക്റ്റ് തന്നെ അങ്ങ് ഇടുന്നത്. പിന്നീട് കുറച്ച് ചാണകപ്പൊടി, പിന്നീട് ഇതെന്ന് പറയുന്നത് കോഴി വളമാണ്. അത് കമ്പോസ്റ്റ് ആക്കാൻ ഇട്ടിരിക്കുന്നതായിരുന്നു. അതിനകത്ത് നിന്ന് ഞാൻ കുറച്ച് വാരി എടുത്തതാണ്. കണ്ടില്ലേ, സാധാരണ ഉണങ്ങി കിടക്കുന്നതാണ്. ഇത് മഴ പെയ്ത് കുറച്ചുകൂടെ നനഞ്ഞവിടെ, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയി. ഏകദേശം ഇത്രയും കാര്യമാണ് ഇതിനകത്ത് മെയിനായിട്ട് ഉള്ളത്. അപ്പം ഇത്രയും അതിനകത്തേക്ക് ഏകദേശം ഇത്രയും ഇട്ടു. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം. അതായത് ഒരുപാട് ആഴത്തിലൊന്നും കുഴിക്കേണ്ട ആവശ്യമില്ല. സലാഡ് വെള്ളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിളവ് കിട്ടുന്നൊരു ഇനമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ കിട്ടുന്ന വിളവെന്ന് പറയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് അടിവളം കൊടുത്ത് മാത്രമേ തൈകൾ വയ്ക്കാവൂ. എങ്കിൽ മാത്രമേ നല്ല വിളവ് അതിനകത്ത് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് വളർച്ച ഉള്ള ഒരു വിളയായതുകൊണ്ട് ഇതിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ വളം പിന്നീടത്തേക്കെന്ന് പറഞ്ഞ് നോക്കിയിരുന്നു കഴിഞ്ഞാൽ അത് ഏകദേശം മുരടിച്ചു പോകും. നേരത്തെ തന്നെ ചെയ്തിടാമെങ്കിൽ ഏറ്റവും നല്ലത്. ആ സമയത്തേക്കും പനി ബാധിച്ചത് കൊണ്ട് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിപ്പോൾ നേരത്തെ തന്നെ നടാൻ സമയമായതാണ്. ഇപ്പം നല്ലപോലെ ഏകദേശം മിക്സായിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നിട്ടിട്ട്, ഇതിന് സലാഡ് കുക്കുംബറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മുകളിലോട്ടാണ് അതിൻ്റെ വളർച്ച. നമ്മൾ മറ്റേതിൻ്റെ തൊട്ട് സാധാരണ രീതിയിൽ സൈഡ് ചരിച്ചൊന്നുമുള്ള പന്തലിൻ്റെ ആവശ്യമില്ല. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇച്ചിരി കൂടിയ ഒരു കയറോ ഇച്ചിരി കമ്പോ വല്ലതും ഇച്ചിരി നീളത്തിലുള്ളത് കുത്തി അതേലാണ് നേരെ ക്രോസ്, അത് വെർട്ടിക്കലായിട്ടുള്ള രീതിയിലാണ് ഇത് പടർത്തുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇത് മുകളിലേക്ക് പകരുന്നത്. അതുകൊണ്ട് ഇതിനിപ്പോൾ ഇതാണ്ട് ഏകദേശം ഈ ഒരു 4-5 ഇലയോടെ സ്റ്റാർട്ട് വരും ആകുമ്പോൾ തന്നെ ഇവത്തേൽ ഏകദേശം കായ പിടിച്ചു തുടങ്ങും. അപ്പോൾ ഇവത്തേൽ ഒരു മൂട്ടിൽ ഞാൻ 2 എണ്ണം വെച്ച് നടാൻ പോവാണ്. ഇതിപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് മണ്ണ് മാറ്റി ഇതിപ്പോൾ ഏകദേശം വേരൊക്കെ നല്ലപോലെ വന്നതാണ്. മിൽമയുടെ കവറാണ്, പാലിൻ്റെ കവറാണ്. ഇത് മാറ്റിയിട്ടു. ഇനി ഇതിനെ
ഇതുപോലത്തെ ചെറിയൊരു കുഴി എടുത്തതിന് ശേഷം ഇതിലേക്കങ്ങ് നടുകയാണ്. ഇതിൻ്റെ കൂടെ അല്പം വാമെന്ന് പറയുന്ന വെസിക്കുലർ ആർബസ്കുലർ മൈക്രോറോസ എന്ന് പറയുന്ന ഫംഗസ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ വേരിന് നല്ല വളർച്ച കിട്ടുമായിരുന്നു. എൻ്റെ അത് തീർന്നു പോയി. അല്ലായിരുന്നു ഞാൻ ഇതിൻ്റെ അടിയിൽ ഇച്ചിരി വാമൂട് ഇട്ടാണ് നടാൻ ഏറ്റവും നല്ലത്. അപ്പം വേര് വളർച്ച പെട്ടെന്ന് പറ്റും. അപ്പോൾ ഇനി അതിൻ്റെ ഈ ചുവട്ടിലേക്ക് മണ്ണൂടെ അടുപ്പിക്കുകയാണ്. ഇനി ചെറിയൊരു കമ്പ് വെച്ച് കുത്തി സൈഡിലോട്ടൊന്ന് കൊടുക്കണം. ഈ മഴ ശക്തമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇതിൻ്റെ തണ്ട് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെക്കുമ്പോൾ തന്നെ ഇതിന് കമ്പ് കുത്തി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡയറക്റ്റ് നമുക്ക് പാകായിരുന്നു. മഴ കുറേയുള്ള സമയത്താണെങ്കിൽ ഡയറക്റ്റ് പാകുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ മഴ കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ട് വിത്ത് പാകുമ്പോൾ ആ കിളിർപ്പ് വരുമ്പോൾ ഉടൻ തന്നെ മഴ ശക്തി നിൽക്കുമ്പോൾ അത് അഴുകും. അതുകൊണ്ടാണ് പലരും അബദ്ധം പറ്റുന്നത്. ഇതേപോലെ തൈകളല്ലാതെ ഡയറക്റ്റ് കൊണ്ടുവന്ന് പാകും, എന്നിട്ട് തൈ മുളയ്ക്കുന്നില്ല എന്നൊരു പരാതി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രത്യേകം ഇതിന് ഒരു പരിഗണന നൽകുക. ഇതേപോലുള്ള ചെറിയ കവറിനകത്തേക്ക് തന്നെ ഇതേപോലുള്ള കവറിനകത്തേക്ക് തന്നെ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നടുക. അതിനുശേഷം അതിനകത്തേക്ക് തന്നെ വിത്ത് പാകി എവിടെയെങ്കിലും തണലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-12 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് നടാൻ പരുവാകും. ഇത് ഏകദേശം 15 ദിവസത്തോളം ആവാറായി. എന്നതിൻ്റെ കുറച്ചുകൂടെ താമസിച്ചു പോയി നടാൻ വേണ്ടി. അതാണ് പറ്റിയത്. ഇനി അടുത്തതൂടെ നടുകയാണ്. ഇനി ഇതിന് ഇവിടേക്ക്, അതായത് ഇതിന് മുകളിലേക്ക് പടരും തോറും ഇതിനൊരു വിഷയം വരത്തില്ല. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മത്സരം വരത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് ഇതിനെ കുറച്ചുകൂടെ പടർന്നങ്ങ് നല്ലപോലെ വേരങ്ങ് ചുറ്റുവട്ടത്തോട്ടങ്ങ് കയറിക്കോളും. അതുകൊണ്ടാണ് ഏത് മടിയന്മാർക്കും പറ്റിയൊരു കൃഷിയാണ് ഇത്. കാരണം പെട്ടെന്ന് വിളവ് കിട്ടുന്നൊരു കൃഷിയാണിത്. വലിയ രീതിയിലുള്ള അസുഖങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ 2 എണ്ണം നട്ട് ഞാൻ. ഇനിയിപ്പോൾ വെർട്ടിക്കലായിട്ടുള്ള പന്തലിന് പിന്നീട് ഇത് ഒന്ന് റെഡിയാക്കുന്നുണ്ട്. ഇതേപോലെ നേരെ മുകളിലോട്ടാണ്. അപ്പം നേരെ മുകളിൽ കൊണ്ടൊരു കയറ് കെട്ടിയിട്ട് ഇതിനെ എല്ലാത്തിനും വലിച്ചു കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള സലാഡ് കുക്കുംബർ വീട്ടിൽ വെച്ച് വളർത്തുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വിളവ് കിട്ടാൻ, ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് ഈ വളം ഇട്ടെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ അടുത്ത സെറ്റ് ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അടുത്ത കമ്പോസ്റ്റ് വളങ്ങൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കമ്പോസ്റ്റ് വളങ്ങളല്ലാതെ ഡയറക്റ്റ് കൊണ്ട് നിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ രാജ്ഫോസൊക്കെ ഇട്ട് പോലും ഇതിൻ്റെ ആ വിളവ് കിട്ടണമെങ്കിൽ ആ രാജ്ഫോസിൻ്റെ ആ ഗുണം പെട്ടെന്ന് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കമ്പോസ്റ്റ്. ഇപ്പോൾ കോഴിവളമൊക്കെ കമ്പോസ്റ്റായി കൊടുക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ ഈ ചെടിക്ക് അതിൻ്റെ വിളവ് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് അത് കമ്പോസ്റ്റായി കിടക്കുകയാണ്. അപ്പോൾ അതിനകത്തെ മൂലകങ്ങളെല്ലാം ഇതിന് വലിച്ചെടുക്കാൻ സാധിക്കും. അല്ലാതെ ഡയറക്റ്റ് കോഴിവളം കൊണ്ടുവന്ന് യാതൊരു കാരണവശാലും നിങ്ങൾ ചുട്ടിക്കൊണ്ടിടല്ലേ. അതിൻ്റെ ഹീറ്റ് ആ സമയത്താണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാക്കി ചെടിക്കത് ചൂടാണ്, ചെടിയുടെ വേര് പോകാനേ സാധ്യതയുള്ളൂ. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.